ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രനടയിൽ ദുര്യോധന വധം കഥകളിയാടുമ്പോൾ കൃഷ്ണവേഷത്തിൽ ഒരു IAS-കാരിയായിരുന്നു. ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറായ ഗീതയാണ് ശ്രീ പത്മനാഭന് മുന്നിൽ കൃഷ്ണനായത്. ഒപ്പം പാഞ്ചാലി വേഷത്തിലെത്തിയത് മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥനായ രതി സുധീർ ആയിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിലെ ദുര്യോധനവധം കഥകളിയാണ്. പത്മതീർത്ഥക്കരയിലെ വേദിയിലേക്ക് ശ്രീകൃഷ്ണൻ എത്തുന്നു. പുരുഷവേഷം കെട്ടിയാടുന്ന കലാകാരിയെ കിഴക്കേ നടയിലെ ആസ്വാദകർ പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല. കൃഷ്ണവേഷത്തിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത IAS, പാഞ്ചാലിയായി മണ്ണ് സംരക്ഷണ വകുപ്പ് ഓവർസിയർ രതി സുധീർ. കഥകളി പഠിച്ചു തുടങ്ങിയ ശേഷം ഗീത IAS കൃഷ്ണവേഷത്തിൽ ആദ്യമായിട്ടാണ്. പാഞ്ചാലി ശബ്ദം മുതൽ ദുര്യോധനവധം വരെയുള്ള രംഗങ്ങൾ 2.5 മണിക്കൂർ നിറഞ്ഞാടി. പാലക്കാട് സ്വദേശിയായ ഗീത ഭരതനാട്യം പഠിച്ചിട്ടുണ്ടെങ്കിലും കഥകളി പഠിക്കുന്നത് 2022 വയനാട് കളക്ടറായിരുന്ന കാലത്താണ്. അതും ഒരു നിയോഗമായിരുന്നു. കഥകളി പഠിച്ച കളക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥ വേദി കിട്ടാത്ത വിഷമത്തിലായിരുന്നു. ഇതറിഞ്ഞ ഗീത അവർക്ക് ഒരു കഥകളി വേദി ഒരുക്കാൻ മുൻകൈയെടുത്തു. സ്വന്തമായി കഥകളി പഠിക്കണമെന്ന മോഹമുണ്ടായതും അപ്പോഴാണ്. കോട്ടയ്ക്കൽ CM ഉണ്ണികൃഷ്ണന്റെ ശിക്ഷണത്തിൽ കഥകളി പഠനം തുടങ്ങിയ 2022 തന്നെ വള്ളിയൂർക്കാവിൽ ആദ്യ അരങ്ങേറ്റം. തോഴിമാർക്കൊപ്പം ഉദ്യാന പ്രവേശനം നടത്തുന്ന ദമയന്തിയുടെ വേഷം ആദ്യ വേദിയിൽ 1/2 മണിക്കൂറായിരുന്നു. തൊട്ടടുത്ത വർഷം ഗുരുവായൂരിൽ അവതരിപ്പിച്ച നളചരിതത്തിൽ 1.5 മണിക്കൂർ ദമയന്തി വേഷമാണ്. ആദ്യമായി പുരുഷവേഷം കെട്ടി ശ്രീ പത്മനാഭന്റെ നടയിൽ കൃഷ്ണനായി 2.5 മണിക്കൂർ. കഥകളി പഠിച്ച മന്ത്രി R. ബിന്ദു വേഷമിട്ടത് നമ്മൾ കണ്ടതാണ്. പുതുതലമുറയെ കഥകളിയിലേക്ക് ആകർഷിക്കാൻ ഗീത IAS പോലുള്ളവരുടെ വേഷങ്ങൾ പ്രചോദനമാകുമെന്ന് ഉറപ്പാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രശാന്ത് കൃഷ്ണ തന്നെ നമ്മുടെ കൂടെയുണ്ട്. പ്രശാന്ത് ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട്, അവർക്ക് ഇങ്ങനെയുള്ള ഓരോ കഴിവുകളുണ്ട്, അതിൽ അവർക്ക് ആത്മവിശ്വാസം ഉണ്ട്, അതൊക്കെ പ്രകടിപ്പിക്കാൻ ഓരോ വേദികൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ കാര്യമല്ലേ? ആർക്കായാലും ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി, ഒന്ന് പരിശ്രമിച്ചാൽ എല്ലാം കിട്ടും. തീർച്ചയായും പൂജ, ഈ ലാൻഡ് റവന്യൂ കമ്മീഷണർ അടുത്തിടെ വാർത്തകൾ നിറഞ്ഞത് പൂജയ്ക്ക് ഓർമ്മയുണ്ടാകും. അതായത് ADM നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിച്ച സർക്കാർ നിയോഗിച്ച ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഈ ഗീത IAS ആയിരുന്നു. അപ്പോൾ അങ്ങനെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥ പെട്ടെന്ന് വേറൊരു വേഷത്തിൽ അത് കലാകാരിയായി നമ്മുടെ മുന്നിലേക്ക് എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനം ഇപ്പം മന്ത്രി R. ബിന്ദു മുൻപ് ദമയന്തിയായി വേഷമണിഞ്ഞ് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന് കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കഥകളി രംഗത്തേക്ക് ഇപ്പോൾ മന്ത്രി വരുന്നു, IAS ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇത് കഥകളിക്ക് അല്ലെങ്കിൽ പുതുതലമുറയിലേക്ക് കഥകളിയെ കൂടുതൽ എത്തിക്കുന്നതിന് ഒരു സഹായമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം, ഗീത IAS 2022 മാത്രമാണ് ഈ കഥകളി പഠിക്കുന്നത്. ഉടൻ തന്നെ വളരെ വൈകാതെ തന്നെ അവർ അരങ്ങേറ്റം നടത്തുന്നു. അതിനുശേഷം അതിനൊരു പ്രത്യേക കാരണമുണ്ട്. മികച്ച കളക്ടർക്കുള്ള പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് ഈ ഗീത IAS. അവർക്ക് അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയ്ക്ക് കഥകളി പഠിച്ചവരാണ്, പക്ഷെ അവർക്കൊരു വേദി കിട്ടിയില്ല. അപ്പോൾ വേദി കിട്ടാതിരുന്നപ്പോൾ ഗീത IAS ഇടപെട്ടാണ്, അവരുടെ ശ്രമഫലമായാണ് അവർക്ക് ഒരു വേദി കഥകളി അവതരിപ്പിക്കാനായി കിട്ടുന്നത്. അങ്ങനെ ആ ഒരു ഗുരുവിനെ അവരുടെ മുന്നിലേക്ക് ഒരു ഗുരു എത്തുന്നു, പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഗീത IAS കഥകളി പഠിക്കുന്നു. കഥകളി പഠിച്ച് വളരെ വൈകാതെ തന്നെ ആ വർഷവും അതിൻ്റെ അടുത്ത വർഷവും ഇപ്പോൾ അത് ആദ്യ 2 വർഷങ്ങളിലും ഒരു സ്ത്രീവേഷമാണ്,
ദമയന്തി വേഷമായിരുന്നെങ്കിൽ ആദ്യമായി ശ്രീപത്മനാഭസ്വാമിയുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഒരു പുരുഷ വേഷമാണ്, അതായത് ശ്രീകൃഷ്ണന്റെ വേഷമാണ്. അതും 2.5 മണിക്കൂർ, അരമണിക്കൂറിൽ തുടങ്ങി 1.5 മണിക്കൂർ, ഇപ്പോൾ 2.5 മണിക്കൂർ കഥകളി അവതരിപ്പിച്ചു. അപ്പോൾ ഈ കലയോടുള്ള അടങ്ങാത്ത താല്പര്യം തന്നെയാണ് ഇത്തരം ഉദ്യോഗസ്ഥരൊക്കെ ഈ തിരക്കിനിടയിലും ഇങ്ങനെ കലയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത്, അതിന് വേദികൾ ഉപയോഗപ്പെടുത്തുന്നത്.